ഇടത് കാലിന് ചെറിയ ക്ഷീണമുണ്ടെങ്കിലും കരുത്തുള്ളൊരു ശരീരവും മനസ്സുമുണ്ടെങ്കിൽ സ്വപ്നങ്ങളൊന്നും വിദൂരത്തല്ല. അർണോൾഡ് ക്ലാസിക് പ്രോ വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ രാജേഷ് ജോൺ ഇത് പറയുമ്പോൾ മുഖത്ത് 1000 വർണ്ണങ്ങൾ നിറയും. അമേരിക്കയിൽ സമാപിച്ച അർണോൾഡ് ക്ലാസിക് പ്രോ വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഈ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പത്തനംതിട്ട ഏനാത്ത് സ്വദേശിയായ രാജേഷ് ജോൺ. തവണ ഈ ചാമ്പ്യൻഷിപ്പ് നേടിയ വിദേശിയായ ഹരോൾഡ് കെല്ലിയെയാണ് രാജേഷ് തോൽപ്പിച്ചതെന്നത് മറ്റൊരു ചരിത്രം. ഹോളിവുഡ് സൂപ്പർ താരവും പ്രൊഫഷണൽ ബോഡി ബിൽഡറുമായ അർണോൾഡ് ഷ്വാസ്നഗറിന്റെ പേരിലുള്ള മത്സരമാണിത്. 3-ാമത്തെ വയസ്സിലുണ്ടായ പനിയെ തുടർന്നാണ് രാജേഷിന്റെ ഇടതുകാൽ തളർന്നുപോയത്. പക്ഷേ സുഹൃത്തുക്കൾ ചേർത്ത് പിടിച്ചതോടെ അതൊരു കുറവല്ലാതായി മാറി രാജേഷിന്. ജിമ്മിലെ വർക്കൌട്ടിനിടെ കേരള ബോഡി ബിൽഡിംഗ് സെക്രട്ടറിയായ അരുൺ പട്ടായിയെ പരിചയപ്പെട്ടതോടെയാണ് മത്സര രംഗത്തേക്ക് എത്തുന്നത്. അങ്ങനെ 17-ാം വയസ്സിൽ മിസ്റ്റർ പത്തനംതിട്ട മത്സരത്തിൽ വിജയിച്ചു. അന്ന് അവിടെ അതിഥിയായി എത്തിയ മുൻ മിസ്റ്റർ കേരളയും ദേശീയതല ചാമ്പ്യനും കൊച്ചി പോലീസിൽ CPOയുമായ അരുൺ രാജ് രാജേഷിനെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയതോടെ ജീവിതം മാറി തുടങ്ങിയെന്ന് രാജേഷ് പറയുന്നു. ഞാൻ +2 കഴിഞ്ഞപ്പം തൊട്ടാണ് ഇതിനകത്തോട്ട് ഇറങ്ങി ഈ ഫീൽഡിലോട്ട് വന്നത്. ഫീൽഡിലോട്ട് വരാനുള്ള കാരണം അരുൺകുമാർ VC, പുള്ളി സംസ്ഥാന സെക്രട്ടറിയാണ്. പുള്ളിയാണ് എന്നെ കോമ്പറ്റീഷൻ രംഗത്തേക്ക് കൊണ്ടിറക്കിയത്. അപ്പം പുള്ളിയുടെ ഒരു പ്രേരണ കൊണ്ടാണ് ഈ കോമ്പറ്റീഷൻ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. റീസെൻ്റ്ലി ഇറങ്ങിയ അർണോൾഡ് ക്ലാസിക്കിൻ്റെ അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് അർണോൾഡ് ക്ലാസിക്ക് കിട്ടുന്നത്. അത് അപ്പം ഒരു ഹിസ്റ്ററി നമുക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് എനിക്കത് സാധിച്ചു. ഭിന്നശേഷിക്കാർ പങ്കെടുക്കുന്ന മിസ്റ്റർ കേരള മത്സരത്തിൽ 2009 മുതൽ 2012 വരെ വിജയിയായിരുന്നു രാജേഷ്. 4 തവണ മിസ്റ്റർ ഇന്ത്യ, 2 തവണ മിസ്റ്റർ വേൾഡും 2023 അമച്വർ ഒളിമ്പ്യ ടൈറ്റിലും നേടി ഇദ്ദേഹം. ഇതിനു ശേഷമാണ് അർണോൾഡ് ക്ലാസിക് പ്രോ വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇദ്ദേഹം മത്സരിക്കുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബോഡി ബിൽഡിംഗ് മത്സരമായ മിസ്റ്റർ ഒളിമ്പ്യയിൽ പങ്കെടുക്കാനുള്ള കഠിന പരിശീലനത്തിലാണ് ഇദ്ദേഹം. വൈകല്യം കാരണം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നിരവധി പേർ ഇവിടെയുണ്ട്. അവർക്കൊരു വഴികാട്ടിയാകാനാണ് എന്റെ ശ്രമം. ഇനിയൊരു ജോലി വേണമെന്നുണ്ട്. മിസ്റ്റർ ഒളിമ്പ്യ മത്സരമാണ് ഇപ്പോൾ മനസ്സിൽ. അർണോൾഡ് ഷ്വാസ്നഗറിനൊപ്പം അദ്ദേഹത്തിന്റെ പേരിലുള്ള മത്സരത്തിൽ വേദി പങ്കിടാനായതിൽ അഭിമാനമുണ്ടെന്നും രാജേഷ് പറയുന്നു. ശരിക്കും ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് അർണോൾഡ് ക്ലാസിക് ഒരാൾ വിൻ ചെയ്യുന്നത്. ഈ അർണോൾഡ് ക്ലാസിക് USA പങ്കെടുക്കണമെങ്കിൽ സെലക്റ്റഡായ 10 ബോഡി ബിൽഡേഴ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. അത് അവർ ഇൻവിറ്റേഷൻ ചെയ്യണം. അപ്പം ഈ വേൾഡിൽ നിന്ന് 10 പേരിൽ ഒരാളാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് ഭാഗ്യമുണ്ട്. അത് ഇന്ത്യക്ക് ആദ്യമായിട്ട് ഈ കപ്പ് നേടിക്കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. അതെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടാണ്. അടുത്ത എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ഒളിമ്പ്യ കോമ്പറ്റീഷനാണ്. അത് ഒക്ടോബർ-നവംബർ മാസത്തിലാണ്. അപ്പോൾ അത് ഇതുവരെ ഇന്ത്യയിൽ ആർക്കും നേടാൻ കഴിഞ്ഞിട്ട് അത് ഇന്ത്യയിൽ എനിക്ക് കൊണ്ടുവരണം ആഗ്രഹമുണ്ട്. ഇതിനെ തീർച്ചയായിട്ടും കൊണ്ടുവരും. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം.